ഇതുവരെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നതും അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയാണല്ലോ. അതുകൊണ്ട് ഇതിലൊരു വലിയ വ്യത്യാസം ഇല്ല. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ എന്ത് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, ഏത് തരത്തിലായിരിക്കും ഇറാൻ പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളൊന്നും ഇടപെടാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ ഈ ബോംബിംഗ് നടന്നതുകൊണ്ട് എന്താ സംഭവിച്ചു എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ലല്ലോ. അപ്പൊ എന്തായാലും ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഒരു വേൾഡ് വാറിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. ഇതൊരു ലിമിറ്റഡ് അറ്റാക്കായിട്ട് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം മറ്റു രാജ്യങ്ങളൊന്നും അതിൽ ഇടപെടാൻ സാധ്യതയില്ലാത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷെ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് ഇപ്പോഴും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും ലോകം ഒരു വളരെ അപകടം പറഞ്ഞ ഒരു സമയത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ പ്രതികരിച്ചതിന്. എന്തായാലും ആ രീതിയിലാണ് മുന്നിലേക്കുള്ള നീക്കങ്ങൾ. അത് ഏത് വിധത്തിലായിരിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആക്രമണം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ്. US-ന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും വിട്ടുകൊടുക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഏത് വിധത്തിലായിരിക്കും ഇറാന്റെ പ്രത്യാക്രമണം എന്നുള്ളതും നമ്മൾ നോക്കിക്കാണുകയാണ്.